ഹായ് ഫ്രണ്ട്സ്, ടെക്നിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് കാശ് മുടക്കില്ലാതെ എങ്ങനെ ചെടിച്ചട്ടി ഉണ്ടാക്കാം എന്ന് നോക്കാം. നമ്മൾ ഉപയോഗിച്ച് കളയുന്ന ബോട്ടിലുകൾ ഇത് കുടിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ കുന്നുകൂടി കിടക്കതേ ഉള്ളൂ. അത് കത്തിച്ച് കളയാനും പറ്റത്തില്ല, പരിസ്ഥിതി മലിനീകരണം. അതുകൊണ്ട് പ്ലാസ്റ്റിക് കത്തിക്കാൻ പാടില്ല. അത് നമുക്ക് എങ്ങനെ ഉപകാരപ്രദമായ രീതിയിൽ ചേഞ്ച് ചെയ്യാമെന്ന് നോക്കാം. അത് ഈ ബോട്ടിൽ എങ്ങനെ കട്ട് ചെയ്ത് ഉപയോഗിക്കാൻ നോക്കാം. അതിന് ഒരു ബ്ലേഡ് വേണം. ബോട്ടിലിൻ്റെ സ്റ്റിക്കർ അങ്ങ് കണ്ടിച്ച് കളഞ്ഞേക്കുക. ബ്ലേഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രായമുള്ള ബ്ലേഡാണ് കേട്ടോ. നമുക്ക് ആവശ്യത്തിന് ഉപകരിക്കും. എന്തിനാണോ ഇങ്ങനെ കത്തിച്ചിരിക്കുന്നത്? അത് നമുക്ക് ആവശ്യമില്ല. അത് കഴിഞ്ഞിട്ട് ഇത് ഈ 2 വര കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ മേലത്തെ വരയുടെ അവിടെ വെച്ച് കട്ട് ചെയ്തേക്കാം. കട്ട വരയുടെ ഇതിൽ വരാനായിട്ട് നോക്കുക. അല്ലെങ്കിൽ നമുക്ക് പിന്നീട് ഷേപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. കുറച്ച് കയറിപ്പോയിട്ടുണ്ട്, നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഞാനിവിടെ 5 ബോട്ടിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ബോട്ടിലിൻ്റെ ഈ ഭാഗത്താണ് നമ്മൾ ചെടി വയ്ക്കുന്നത്. ഇത് താഴെ വരും. അത് പെയിൻറ്റ് ചെയ്തെടുക്കാൻ പോകണം. അപ്പോൾ അങ്ങനെ ഇവിടെ 4 കളറ് പെയിൻറ്റ് മേടിച്ചിട്ടുണ്ട്. റെഡ്, സിൽവർ, ബ്ലൂ ആൻഡ് ഗ്രീൻ. നമ്മൾ റെഡിൽ തുടങ്ങാൻ പോവുകയാണ്. ഇത് സ്പ്രേ പെയിൻ്റാണ്. ഒരു 180 രൂപയോളം വിലയുണ്ട്. 400 ml ആണ് ഇതിൻ്റെ കണ്ടൻറ്റ് വരുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സാമ്പിൾ ബോട്ടിൽ മേടിച്ചിട്ട് അതൊന്നും ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് സ്പ്രേ പെയിൻറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ പെയിൻറ്റ് ചെയ്യാൻ പോവുകയാണ്. മാസ്ക് വയ്ക്കുന്ന നല്ലതായിരിക്കും. സ്പ്രേ പെയിൻറ്റ് ആയതുകൊണ്ട് നന്നായിട്ട് ഇത് പടരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മാസ്ക് വയ്ക്കുന്ന നല്ലതായിരിക്കും. അതിനുവേണ്ടി സ്പ്രേ ചെയ്യാനായിട്ട് ഞാനൊരു വടിയേൽ ഇത് കുത്തി പിടിച്ചിരിക്കുകയാണ്. നമുക്ക് ഇപ്പം അവിടെ നിന്ന് തുടങ്ങാം. അപ്പോൾ നമ്മൾ ചുമല കളർ അടിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അടുത്തത് ബ്ലൂ ചെയ്യാം. എൻ്റെ മകനും ഇതിന് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാമാണ് നമ്മൾ ചെടിച്ചട്ടിക്കകത്ത് നിറയ്ക്കാൻ പോകുന്നത്. മണ്ണുണ്ട്, പിന്നെ ചാണകപ്പൊടി, എല്ലുപൊടി, വെർമിസി കമ്പോസ്റ്റ്, സൂപ്പർ മീൽന്ന് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ചെടി വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഫില്ല് ചെയ്യാം. എൻ്റെ അച്ഛനും സഹായത്തിനുണ്ട്. അച്ഛനാണ് മെയിൻ ആൾ. ഞാൻ കുപ്പിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് പെയിൻറ്റ് ചെയ്തേ ഉള്ളൂ. ഇതെല്ലാം നോക്കി നടക്കുന്നത് നമ്മുടെ ഫാദർജിയാണ്. ഫാദർജിയുടെ വേറെ ഐറ്റം ഉണ്ട്. അത് അടുത്ത ദിവസം വീഡിയോയിൽ വരുന്നതായിരിക്കും. നമ്മുടെ മിക്സർ റെഡിയായിരിക്കുകയാണ്. അത് കഠിന അധ്വാനം ചെയ്യുന്ന നമ്മുടെ ഉണ്ണിക്കുട്ടനെ കാണാം. ഉണ്ണിക്കുട്ടനെ എന്ത് ചെയ്യാനും റെഡിയായിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ എല്ലാ കുപ്പിക്കും അടപ്പുണ്ടായിരിക്കണമെന്ന് ഉണ്ട്. അതിനകത്തൊരു ഇതുപോലൊരു തുളയിട്ട് വെച്ച് ഒരു തുണി ഇട്ട് കൊടുക്കുക. എന്തിനാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ
നമുക്ക് അത് കുപ്പിക്കകത്ത് ഇറക്കി വെച്ചിട്ട് ഇതിനകത്ത് കൂടെയാണ് വെള്ളം അപ്പോൾ അതിനകത്ത് എല്ലാത്തിനകത്തും വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ആ വെള്ളം ഈ തിരിവഴി കയറി ചെടിക്ക് കിട്ടിക്കോളും. അതാണ് ഇതിൻ്റെ ടെക്നിക്ക്. അപ്പോൾ എല്ലാ കുപ്പിയിലും വെള്ളം ഒഴിച്ച് നിറച്ച് വയ്ക്കുക. ഇപ്പോൾ എല്ലാത്തിലും നമ്മൾ വെള്ളം നിറച്ചിരിക്കുകയാണ്. അപ്പോൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനകത്ത് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മിക്സ്ചർ അതിനകത്ത് നിറയ്ക്കുകയാണ്. മേളിലത്തെ ഭാഗത്തിൽ മിക്സ്ചർ നിറച്ച് വയ്ക്കുക. ഇത്രത്തോളം നിറച്ചാൽ മതിയാകും. നമ്മൾ എല്ലാത്തിലും നമ്മുടെ മിക്സ്ചർ നിറച്ച് കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ചെടി നടുക. നമ്മൾ ആദ്യത്തെ ഇതിനകത്ത് ചെടി വെച്ച് കഴിഞ്ഞു. കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് നട്ടാലും അതിന് വെള്ളം ഒഴിച്ച് കൊടുക്കണം അന്നേരം തന്നെ. അപ്പോൾ അതുപോലെ ഇനി ബാക്കിയുള്ളതിനകത്ത് നമ്മൾ ചെടി നിറയ്ക്കും. ഇപ്പോൾ നമ്മൾ എല്ലാ പാത്രത്തിലും ചെടി വെച്ച് കഴിഞ്ഞു. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളിതിന് തുളയിട്ടിട്ട് കയറ് കെട്ടി മേളിൽ തൂക്കുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. അപ്പോൾ നമ്മുടെ ചെടിച്ചട്ടി തൂങ്ങി കിടക്കുന്നുണ്ടോ? കിടുവായിട്ടുണ്ടല്ലേ, സെറ്റപ്പായിട്ടുണ്ടേ. ഇങ്ങനെ കുറേ ബോട്ടിലുണ്ടെങ്കിലും ചെയ്തിട്ട് നല്ല രസമായിരിക്കും. ഈ ചെടിയെല്ലാം ഇങ്ങനെ താഴത്തേക്ക് വളർന്നു വരുന്ന ചെടിയാണേ. അപ്പോൾ അത് വളർന്നു വന്നു കഴിയുമ്പോഴത്തേനും നല്ല കിടുക്കാച്ചയായിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ദയവായി കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.